കൊറേ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പൊന്നു ഭയങ്കര സെറ്റപ്പാന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? അടിവ് വിളിക്കിട്ട് നടക്കാൻ വയ്യായിരുന്നു. ഇങ്ങനെ ജിമ്മിൽ പോയി പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നേ. എങ്ങനെയുണ്ട് മോളിക്കുട്ട കട്ട കിട്ടിയേക്കുന്നേ? അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ? ആണോ? ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ, ഇന്ന് സാമ്പോ എന്നോട് പിണങ്ങി. സ്വാഭാവികം. കാരണം എന്താ, കണ്ടു സാമ്പോയുടെ പണിയെടുക്കുന്നു. ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. സാമ്പോ ഗുഡ് ബോയ്. അയ്യോ നീ എന്നെ വിളിച്ചതുപോലെ ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ എണീക്കാനാ? പറ. നീ അവിടുന്ന് കോരി ഇട്ടതല്ലേ ഉള്ളൂ. അപ്പത്തേക്ക് ഞാൻ എണീച്ചു വന്നില്ലേ? ഇവന് എന്നെ കാട്ടിൽ ഒരു 10 മിനിറ്റ് കൂടെ എണീച്ചു കിട്ടോ. അത് അവൻ എണീച്ച് പാട് ഇങ്ങോട്ട് വന്നു. ഞാൻ ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി കുഞ്ഞിനെ നോക്കിയിട്ടൊക്കെയല്ലേ വരാൻ പറ്റും എനിക്ക്. അന്ന ദൈവം ചാലില്ലാരി. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. കണ്ട, സാമ്പയ്ക്ക് ഇങ്ങനത്തെ കാര്യമൊക്കെ ഇഷ്ടമുള്ളത് കാരണം സാമ്പ ഇന്ന് നേരത്തെ എണീച്ചു. അതെന്റെ കുറ്റമല്ലല്ലോ. അതെ, മടി. അതെ, ഞാൻ എഡിറ്റ് ചെയ്ത് വീഡിയോയും ഷോർട്സ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് സ്കൈ ഉറങ്ങി കഴിഞ്ഞിട്ടാണ്. സ്കൈ ഉറങ്ങുന്നത് ആകെ 1 മണി 2 മണി ആകുമ്പോഴാണ് ഉറങ്ങുക. അത് കഴിഞ്ഞിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് കിടക്കുമ്പോൾ അവൾ പാല് കുടിക്കാൻ വരും. ഇവനതൊന്നും അറിയണ്ടല്ലോ. നീയാണോ പാല് കൊടുക്കുന്നേ? ആണോ? അവ ഇന്നലെ 11:30ക്കാണ് എണീച്ചത്. ഇന്നും ഇത് ഉണ്ടാക്കേണ്ടത് കാരണം നേരത്തെ എണീച്ചിട്ട് എനിക്കൊക്കെ പറയാൻ നോക്കവൻ. അല്ല, നമ്മ മണ്ണ് തേച്ചിടം കണ്ടോ? ഇവിടെ ഒരു കളർ ചേഞ്ച് കണ്ടോ? കാണാമോ? മെല്ലെ ഉണങ്ങോളൂ, അത് മണ്ണല്ലേ. ഒരു കൊട്ട സിമന്റ് ഇടാതെ 4 കൊട്ട മണലും 1 കൊട്ട സിമന്റും. നമ്മളെ ഏകദേശം ഊഹത്തിനായിട്ട് വിടുന്നേ. ഇവിടെ കുഞ്ഞുവിന്റെ നടുവിൽ തന്നെ വിളിക്കിരിക്കുവായിരുന്നില്ലേ കഴിഞ്ഞ ദിവസം കത്ത എടുത്തിട്ട്. എനിക്ക് ഒരു കുഴപ്പമില്ലട്ടെ. നടുവ് വിളിക്കിട്ട് നടക്കാൻ വയ്യായിരുന്നു. ഇങ്ങനെ ജിമ്മിൽ പോയി പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നേ. നടു വിളിക്കതല്ല, വെയിറ്റ് അങ്ങനെ എടുക്കുന്നൊന്നുമില്ലല്ലോ. എന്താ പറയാ, ഭാരിച്ച പണികളൊന്നും ഇല്ലല്ലോ. ഇന്ന് വെയിറ്റ് എടുക്കുന്ന അങ്ങനത്തെ പണികളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ കട്ട പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കട്ട ഞാൻ ചുമന്നു. നീ വണ്ടിന്ന് എടുത്തെടുത്ത് തന്നപ്പോ കൊറേ ചുമന്നില്ലേ? അല്ല, മൊത്തം ചുമന്നില്ല. അത്രയും കട്ടയില് പകുതി മുക്കാലോളം ഞാൻ ചുമന്നു. അങ്ങനെയാണെങ്കിലും ചുമന്നില്ലടാ. ഞാനായതുകൊണ്ടല്ലേ നിന്നെ ഹെൽപ്പ് ചെയ്ത്. എന്നിട്ട് അവനൊരു പുച്ഛം എന്നെ. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് മേലും കൈയൊക്കെ ഒരു വേന വരും. കാരണം നമ്മൾ പെൺകുട്ടികൾക്ക് അങ്ങനത്തെ മസിലൊന്നും ഇല്ലല്ലോ. സ്റ്റാമിന കുറവല്ലേ. എന്നിട്ട് ഞാൻ കൂടിയില്ലേടാ. നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. ഞാൻ പാവായതുകൊണ്ടല്ലേ. വേറെ ഏത് ഭാര്യ നിന്റെ കൂടെ കൂടും? ഓ, നിനക്ക് കൊറേ ഉണ്ട്. എന്താടാ ഇടുക്കാതി? ആ, സാമ്പയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമായതുകൊണ്ടാട്ടോ എപ്പോ എണീച്ച് പോന്നു. രാവിലെ എല്ലാവരൊക്കെ വെച്ച് എണീച്ച് മിക്സ് ചെയ്യടാ. അവനെ അറിയത്തില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം. വാ പിടിക്കേ, ഞാൻ കാണിച്ചു തരാം. കണ്ട, അറിയാണ്ട് ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു സംഭവം. പുനു വയ്യാട്ടോ. പുനുവിനെ കണ്ടോ കട്ട എടുത്തപ്പോഴേക്കും ജിമ്മ് കയറി പിടിച്ചു. ജിമ്മ് പിടിച്ച ജിമ്മ് കണ്ടോ? പച്ച ഞരമ്പ് കൂടുന്നു. പച്ചയല്ല, നീല കളറടി. ഇന്നിപ്പോ ഇനി വൈകുന്നേരം കാണാട്ടോ. കരച്ചിലായിരിക്കും. അപ്പൊ ഞങ്ങൾ സിമെന്റ് ആണ് മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സിമെന്റ് മിക്സ് ആക്കിയിട്ട് വേണം നമുക്ക് നമ്മുടെ കട്ട എടുത്തിട്ടാണ് ഇവിടെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാനല്ലോ, വെച്ച് തേക്കാൻ, കെട്ടിപ്പൊക്കാൻ. കൊറേ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പൊന്നു ഭയങ്കര സെറ്റപ്പാന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? പൊന്നു സെറ്റപ്പാണ്. മിക്സ് ആക്കി കണ്ടോ? പൊന്നു ഇത്ര സെറ്റപ്പായിരുന്നു.
കണ്ടോ മിക്സ് ചെയ്തോണ്ടോ? നീ ഇങ്ങനെ തന്നെ കുറച്ചേരം മിക്സ് ആക്കണം കേട്ടോ. അത് മൊത്തം വടിച്ച് കയറ്റി അങ്ങോട്ട്. സിമെന്റ് ഒട്ടും കളയരുത്. നിന്നെക്കാട്ടിലും കൂടുതൽ മിക്സ് ചെയ്ത് എന്റെ പൊന്നു കുഞ്ഞാ, ഒരൊറ്റ തള്ള. അതിന് മിക്സ് ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് കാണിച്ചെടുത്താ മതി. ഞാൻ മിക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നീ മിക്സ് ചെയ്യേ. കണ്ടോ കണ്ടോ അവളുടെ പരിശ്രമം കണ്ടോ? ക്യാമറ ഓഫാക്കി വെച്ചേക്കാന്ന് പറഞ്ഞിട്ട് കള്ളപ്പന്നി പറഞ്ഞു കേട്ടോ. ഇതാണ് ഇവളുടെ തനി സ്വഭാവം കേട്ടോ. ഞാനാണ് എല്ലാം പണിയെടുക്കുന്നത്. എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അതിന്റെ ക്രെഡിറ്റ് മൊത്തം ഇവിടെ വാങ്ങിക്കും. അതാണ് ഇവളുടെ മെയിൻ ഹോബി കേട്ടോ. അല്ല കേട്ടോ, കുഞ്ഞാട് ഇത്ര മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വെള്ളം കൂട്ടിട്ട് മിക്സ് ആക്കി. വേദന കേട്ടോ, കൈ രണ്ടും വേദന. മമ്മി തിരുമ്മി ഇത്ര ആക്കി തന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ പൊക്കുന്നു. പൊന്നു എന്നോട് നോക്കിയപ്പോ ഇങ്ങനെ ഇങ്ങനെ നടന്നോണ്ടിരുന്നേ. കാണിച്ചേ, അങ്ങനെ അങ്ങനെ നടന്നോണ്ടിരുന്ന കേട്ടോ. അയ്യോ, കൈയൊന്നും നിർത്താൻ പറ്റില്ല. ഞാൻ ജിമ്മിൽ പോയോ, ഞാൻ ഇങ്ങനെ അടുക്കി പിടിച്ചാൽ ഞണ്ടൊക്കെ നടക്കൂല. ഞാൻ ഞണ്ട് നടക്കുന്ന നടന്ന അങ്ങനെ ഞണ്ട് നടക്കുന്ന പോലെ. എനിക്ക് ഇപ്പൊ വേദനയില്ലല്ലോ, കുറഞ്ഞില്ല. അപ്പൊ അങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ. പോട്ടെ, കൂന കൂട്ടി വെക്കണം അല്ലോ കുഞ്ഞാ. എത്ര മിക്സ് ആക്കുന്നു അത്രയും നല്ലതാണ് കേട്ടോ. എന്നാ നീ വൈകുന്നേരം വരെ മിക്സ് ആക്ക്. അങ്ങനെയല്ല ഇത് ഇങ്ങനെ എത്ര നല്ലോണം. കുഞ്ഞാ, എന്നാ നിനക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചൂടായിരുന്നോ? ഞാൻ ആയിക്കോണ്ടിരിക്കുമ്പോഴേ എണീച്ച് വന്നത് ഞാൻ തരുന്ന പോലെ. എന്തിനാടോ കുഞ്ഞാ, പാവല്ലേടാ ഞാന്. ഇവനോട് എന്നിട്ട് ഒന്ന് തിരുമ്മി തരാൻ പറഞ്ഞിട്ട് ഇവൻ തിരുമ്മി തന്നില്ല കേട്ടോ. പാവം മമ്മി തിരുമ്മി രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം തിരുമ്മി തന്നു എനിക്ക്. നീ ലാസ്റ്റ് ഇച്ചിരി നേരം ഒന്ന് തിരുമ്മിട്ട് പറഞ്ഞു അങ്ങനെ തിരുമാൻ പാടില്ല. സാമ്പയ്ക്ക് ഫീലായിട്ടോ. എടാ നീ എനിക്ക് വെറുതെ കുഴമ്പ് തേച്ചെന്നല്ലേ ഉള്ളൂ. മമ്മി തിരുമ്മിയത് കാരണമാണ് മാറിയത് കേട്ടോ. സംഭവം എന്നാ മിക്സ് ആക്കലാന്നറിയോ? സംഭവക്ക് ഇത് പണ്ടേ ഉള്ള കഴിവാണോടാ? നല്ലോണം മിക്സ് ആവുന്നുണ്ടല്ലോ. അല്ലേ, നല്ല കഴിവാട്ടോ. എന്തായാലും ദൈവം അറിഞ്ഞ കഴിവ് കൊടുത്തിട്ടുണ്ട് കൊച്ചിന്. ഇനി ഈ ഒരു സന്തോഷത്തിൽ കുറെ നേരം ഇരുന്ന് മിക്സ് ആക്കിക്കോളൂ സംഭവം. എടാ കുഞ്ഞ്, ഇന്ന് ഇത് മൊത്തം ഞങ്ങൾ കെട്ടി പൊക്കുവോ? ഇന്നിത് മൊത്തം പൊക്കാൻ പറ്റൂലേ ഈ ഭിത്തി? ഞാൻ മിക്സ് ചെയ്യണോ? ഞാൻ മിക്സ് ചെയ്യണോ? മടുത്തോ? കുഞ്ഞിപ്പെണ്ണിന്റെ കാര്യം നോക്കണം. അതുപോലെ തന്നെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണം. മറ്റേ ചാനലിന്റെ നോക്കണം. പിന്നെ എന്റെ വർക്കിന്റെ കാര്യം നോക്കണം. എല്ലാം കൂടി ചേട്ടനെ നോക്കണം കേട്ടോ. അതുകൊണ്ട് നമുക്ക് എത്ര ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും. ഇന്ന് എത്ര ചെയ്യാൻ പറ്റുമെന്ന്. നീ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. വെള്ളം നല്ല ലൂസ് ആവരുതടാ. നമ്മൾ വിചാരിക്കും ഇത് കുറച്ചേ ഉള്ളൂന്ന്, പക്ഷെ മിക്സ് ആക്കുമ്പോ നോക്കോട്ടോ. അതിൽ കൊണ്ടേ അവനിട്ടു. ഇതോ, ഇതൊരു തടാകം പോലെ. ആണ്ടി പോയി അവന്റെ വെള്ളം പൊട്ടുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഇപ്പോഴേ പോയി കുഞ്ഞാ. കേട്ടോ, എന്നാ സ്കില്ലാന്നറിയോ? അല്ലേ? മടുത്ത രമണ. അയ്യോ, തുമ്മയ്ക്ക് നല്ല കനവാട്ടോ. തുമ്മയ്ക്ക് അത്ര കനമില്ലാതെ ഞാൻ ചെയ്തേനെ. എനിക്ക് പറ്റത്തില്ല കേട്ടോ കുഞ്ഞാ. നിന്റെ സ്റ്റാമിന എനിക്കില്ലല്ലോ. എന്താ ഇന്ന് കട്ട വെക്കാൻ പോകും. പരിപാടിയും വേണം, മേശിരിയും വേണം, കയ്യാളും വേണം. മമ്മി അപ്പൊ ഇന്ന് കട്ട വെക്കാൻ പോവാണ്. കട്ട വെക്കൽ ശരിക്കും എന്തൊക്കെ ചടങ്ങൊക്കെ ഇല്ലേ വീടിനൊക്കെ? കട്ട വെക്കാന്ന് പറഞ്ഞ ചടങ്ങൊന്നുമില്ല. ആണ്. എന്നാ നമുക്ക് കട്ട വെക്കൽ ചടങ്ങാക്കാം.
വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേണം തോന്നുന്നു ഇതിനകത്തേക്ക് അല്ലേ? ഇതൊക്കെ അങ്ങനെയാണോ? കണ്ടോ, മമ്മിക്കും അറിയാം. വെള്ളം ഒഴിച്ച് കാണണം. എടാ വെള്ളമൊക്കെ ഒഴിച്ച് നനയ്ക്കണമെന്ന്. നനയ്ക്കണം. ഇവിടെ വെള്ളം കെട്ടുന്നവിടെ അങ്ങനെ നനയ്ക്കണം. എന്നിട്ട് വേണം കട്ട വെച്ച്. കണ്ടോ, മമ്മി കൂടിക്കൊന്ന് പണിക്ക്. അയ്യോ, സ്കൈന്ന് നോക്കാൻ വേണ്ടേ? സ്കൈ എണീച്ചിട്ടില്ല കേട്ടോ. രാത്രി മൊത്തം എണീച്ചിരുന്നിട്ട് ഇപ്പൊ കിടന്ന് ഉറങ്ങുക. സ്കൈ എണീച്ചിട്ടില്ലടാ ഇത്ര നേരമായിട്ട്. അങ്ങനെ വെച്ച് കെട്ടി കെട്ടി എല്ലാം തേച്ച് അതിന്റെ ഇടയിൽ സിമെന്റ് ഒക്കെ ഉണ്ടേനി. പിന്നെ എന്തൊക്കെയാ തേക്കുന്നത്? നനയ്ക്ക് കിട്ടുന്നിടം നനച്ചു വന്നു. മമ്മീനെ ടെൻഷൻ ആക്കല്ലേ കുഞ്ഞാ നീ. അപ്പൊ വെള്ളം ഒഴിക്കുമ്പോ കരണ്ടെങ്ങാനുണ്ടെ നീ ഷോക്ക് അടിച്ച് അങ്ങനെ ഇരിക്കും. മുകളിലേക്ക് ഒഴിക്കണ്ടാവുന്ന സാമ്പോയ്ക്ക് പണ്ട് ഇവിടുന്നല്ലേ ഷോക്ക് അടിച്ചത്. ഇവിടുന്ന് അങ്ങാണ്ട് അടിച്ചിട്ട് ആ ഭിത്തി പോയി അടിച്ച് താഴെ കിടന്നു അല്ലേ? അതാ നിന്നെ ശരിയാക്കുന്നു. മമ്മി അങ്ങോട്ട് പോയപ്പോ കറക്റ്റ് ആവുമ്പോ വെള്ളം എടുത്ത് ഒറ്റ ഒഴിക്കല്. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാം. ഇല്ല, വേഗം കഴിച്ചിട്ട് വരാം. കണ്ടോ, ഇപ്പൊ മാറി കൊടുക്കണം ചെക്കന്. എന്താ സംഭവന്റെ മോതിരം കണ്ടോ? എന്റെ മോനെ രംഗണ്ണന്റെ മോതിരാണല്ലോ ഞാൻ. അല്ല, എന്നെ കയ്യിലിടുമ്പോ അത് രംഗണ്ണന്റെ മോതിരം പോലെ വലിപ്പല്ലേ. അതെന്തിനാ ഞാൻ പൊട്ടിക്കുന്നേ? നിന്റെ ഐഡിയ എന്താന്ന് പറഞ്ഞിട്ട്. അല്ല, ഇത് ഒരേപോലെ ഇരുന്ന കുഴപ്പം. എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. നീ എന്തൊക്കെയാ ചെയ്യണേ? ആദ്യം വലിയ കട്ടയല്ലേ വെക്ക? ആദ്യം വലിയ കട്ട ഈ കട്ടന്റെ മേലെ തന്നെയാ പോവില്ല ആ കട്ട. അപ്പൊ കുറച്ചും കൂടി ഇട്ടിട്ട് ഇവിടെ ലോക്ക് വേണം. എന്തോ ലോക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഈശ്വരാ, മിന്നിച്ചേക്കണേ. നിങ്ങളും പ്രാർത്ഥിക്കും കൂട്ടുകാരെ. സിമെന്റും മണലിന്റെയും കട്ടനെയൊന്നും പൈസ അതിന് നീ കേക്കാണ്ടാ ഞാൻ പറ. നീ എന്തിനാ ചിരിച്ചേ? ഞാൻ കേട്ടിട്ട് ഇത്ര കട്ടിയിലൊക്കെ ഇടണോ? ഇത്ര കട്ടിയിലിട്ട സിമെന്റ് തീർന്നു പോവില്ലേ വേഗം? എന്നാ സിമെന്റ് കൊണ്ട് മാത്രം തേച്ച് വെച്ച പോരെ? ഇത്ര കട്ടി വേണ്ടോ ഞാനാ? ആ സൈഡില് തേച്ചില്ലല്ലോ നമ്മളിപ്പം. അങ്ങനെ ആദ്യത്തെ കട്ട വെച്ചേ. എന്താ ആര്? അങ്ങനെ കൂട്ടുകാരെ കുഞ്ഞിപ്പണ്ണി എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അവർക്കൊക്കെ എണീച്ച് കുളിയും കഴിഞ്ഞ് വന്നു കേട്ടോ. പൊന്ന് കുളിപ്പിക്കാൻ വേണ്ടി പോയായിരുന്നു കുഞ്ഞിപ്പണ്ണിനെ. ഇങ്ങ് മഞ്ഞ് ഇവ പരിപാടി കാണിച്ചേ. അപ്പൊ ആണ് ഇവിടെ കെട്ടി നാട് ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു നേരം കട്ട ഇത്രയും കെട്ടിയിട്ടുണ്ട് കേട്ടോ. എൻഡിങ് ആണ്, ഇതിന്റെ എൻഡിങ് ആണ് ഇത്. ഒരു നേരമായി. ഞാനേ കുഞ്ഞിപ്പെണ്ണിനെ എണീച്ച കാരണം അവൾക്ക് ഫുഡ് കൊടുക്കലും അവളെ കുളിപ്പിക്കലൊക്കെ ആയിരുന്നു. എല്ലാം കഴിഞ്ഞോട്ടോ. ഞാൻ വേറെ സംഭവം ചെയ്തു. കറക്റ്റ് ലെവല് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങോട്ട് കറക്റ്റ് ലെവൽ കിട്ടാൻ വേണ്ടി കയറില്ലേ, കയർ ഈ സൈഡിൽ നിന്ന് ആ സൈഡിലെ ഭിത്തിയിലേക്ക് കറക്റ്റ് വെച്ചിട്ട് ഇങ്ങനെ ലെവലാക്കി അല്ലേ? എങ്ങനെയുണ്ട്? ഒരു നേരം ഒറ്റ നേരമൊക്കെ ഈ ഹൈറ്റ് ആയിട്ടോ. നമുക്ക് ഫുഡ് എടുത്ത് എന്തിലാന്ന് ഇത് നമുക്കാണോ? പിന്നെ സ്കൈ ഇവ എന്റെ പപ്പാജിനെ കാണിച്ചോ? എന്നാ ബാക്കി കൂടെ ചെയ്യട്ടെ കേട്ടോ. ഞാൻ വാരി തരാം നിനക്ക്. നീ വെച്ചോ. ദേ പോണു ഇയാളെ മോനെ. ഇത് സൂപ്പർ ആയല്ലോടാ. എന്റെ പൊന്നവി വേഗം ഒന്ന് തീരട്ടെ. ഒക്കെ പിടിക്കുന്നുണ്ടെന്ന് തോന്നല്ലോ ഞാൻ. ആ സൂപ്പർ. നമ്മൾ
നമ്മൾ ജയിച്ചു അല്ലേ? ഞാൻ കുറച്ച് സിമെന്റ് എടുത്തട്ടെ, ആ ചട്ടിയിലെ സിമെന്റ് എടുത്തട്ടെ. കുഞ്ഞാക്ക് കെട്ടാൻ അറിയാൻ എന്നെ കിട്ടും. കുഴയട്ടെ, നല്ലോണം ജ്യൂസ് ആയിക്കോട്ടോ. ആ ജ്യൂസ് കേട്ടോ. എങ്ങനെയുണ്ട് മോളിക്കുട്ട കട്ട കിട്ടിയേക്കുന്നേ? അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ? അങ്ങനെ പഠിക്കണേ പറഞ്ഞിട്ട് പിന്നെ അല്ലാണ്ട് പിന്നെയോ നമുക്കും എല്ലാം അറിയാൻ പണികളൊക്കെ. നമ്മളും എല്ലാം ചെയ്യണം ഓരോന്നൊക്കെ. അല്ലാതെ ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? ചെയ്യില്ല, ഞാൻ വേറെ ആളെ കൂട്ടി ചെയ്യുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നാലൊന്നും പറ്റില്ല. ചെയ്യണം, എല്ലാം നമുക്ക് ചെയ്യാം. അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. അതെ കുഞ്ഞാ, നടുവ് നല്ല കനമുണ്ട് അതിന്. അങ്ങനെ ആദ്യമായിട്ട് നമ്മളിങ്ങനെ ചെയ്യുമായിരുന്നെങ്കിലോ മൊത്തം താജ്മഹൽ പോലെ കെട്ടിപ്പടുത്തത്. നമ്മുടെ സ്റ്റുഡിയോ റൂം നമ്മൾ പണിയണം, അതാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ ഞാൻ. ഹലോ, സോറി മൈൻഡൊക്കെ പറഞ്ഞത്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ആ അവര് ഇരുന്നേക്കഴിഞ്ഞ പൈസ നമ്മൾ നല്ലോണം ഇട്ടിട്ട് കഴിക്കണം. അങ്ങനെ ഇട്ട് കേട്ടണം. അങ്ങനെ മേസ്തിരിപ്പോയിന്റ് നാടെ പോയിരിച്ച പരിക്കിനടലാണ് കേട്ടോ. ഏയ് നമ്മളെ നാടെ കെട്ടി പൊക്കി 4 നേരം പൊക്കിയിട്ട് 4ാമത്തെ നേരമായിട്ട് പൊക്കിക്കൊണ്ടിരിക്കുന്നേ. പക്ഷേ ഒരു പ്രശ്നം പറ്റി, നമ്മുടെ മണൽ തീർന്നു. ഇനിയിപ്പോൾ മണൽ കുറച്ചും കൂടി ആയിട്ടുള്ളൂ, ഇച്ചിരി കൂടി മണലുള്ളൂ. ആ മണലും കൂടെ എടുത്തിട്ട് മിക്സ് ആക്കട്ടെ. എന്നിട്ട് നമുക്ക് 4 നേരം വരെ ചേട് നിർത്താനായിട്ടോ പ്ലാൻ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഉണങ്ങി കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് ഇതിന് മേലേക്ക് വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അടിയത്തെ മൊത്തം ഇരുന്ന് പോകും. അപ്പോൾ ഈ 4 നേരം ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് അത് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണ്ട നമുക്ക് അടുത്ത നേരം അങ്ങോട്ട് കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും 4 നേരം വെച്ചിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് പിന്നെ ഉണക്കാനുള്ള പരിപാടി നോക്കും അല്ലേ? ഞാൻ ഉണക്കാന്ന് ചെയ്യേണ്ട ചുമ്മാ വെച്ചാൽ മതി. പുനരെ പ്രൊഫഷണലിസം കണ്ടോ? നീ കയറി പിടിച്ച. ഞാൻ ആകെ ഈ ഒരു കട്ടയാട്ടോ വെക്കുന്നത്. ഞാൻ അതിന്റെ ഇടയിൽ കുഞ്ഞിപ്പെണ്ണിനെ നോക്കാൻ പോയി, അച്ചാർ അയക്കാൻ പോയി. ഇല്ല ഞാൻ അതിനിടയ്ക്ക് അച്ചാർ അയക്കാൻ പോകണമായിരുന്നു. ഇത് ഇത്രയാക്കിയത് അങ്ങനെ പറയല്ലേ? മമ്മി വന്നു, ഞാൻ പൊങ്ങി പോവില്ലേ? കയറൊക്കെ പിടിച്ചെടുക്കാൻ മമ്മി വന്നു കേട്ടോ. അപ്പം സംഭവം മടുത്തോ? എന്റെ പൊന്നെ, ഇത്രയും കെട്ടിട്ടോ. നമ്മുടെ ആദ്യത്തെ നേരെ കെട്ടിയത് പെട്ടെന്ന് കിട്ടി, ഷുന്ന് പറഞ്ഞു കിട്ടി. രണ്ടാമത്തേത് ഇങ്ങനെ വെക്ക് എങ്ങനെയുണ്ട് അല്ലേ? നിങ്ങൾ കമന്റ് ചെയ്യണേ കേട്ടോ. ഒരേ ലെവലിലായിട്ട് കിട്ടിയതാണ്ടോ സാമ്പവിന്റെ കഴിവേ. എനിക്ക് തോന്നുന്നു കുഞ്ഞാ കട്ട ബാക്കി വരുന്ന അല്ലേ? നമ്മൾ ആദ്യത്തെ ഒരു നേരം എടുത്തിട്ടാണ് ഈ 3, 4 എന്താടാ ഈ പുള്ളി പൊട്ടിയതേ. കണ്ടോ? പിന്നെ ഇവിടെയും പുള്ളിയിലുണ്ട്. ഇപ്പൊ ഇവിടെ ഇതുപോലെ സിമെന്റ് ഗ്ലൗസ് ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഗ്ലൗസ് ഇല്ല, ഗ്ലൗസിന്റെ കാര്യം വിട്ടും പോയി. കുഴപ്പമില്ല, പിന്നെ നമുക്ക് അവിടെ ഇനിയിപ്പോ ഈ ഹൈറ്റിൽ നമുക്ക് പണിത് വരുമ്പോഴേക്ക് ഇതുണ്ടല്ലോ ശരിക്കും റൂമിന്റെ സെറ്റപ്പ് ആവും അല്ലേ? പിന്നെ ബാക്കി വന്ന കുറച്ച് സിമെന്റ് നമ്മൾ പൊട്ടിയതൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇരിക്കുമെന്നൊന്നും അറിയത്തില്ല, പക്ഷെ അല്ലേ ഇതെനിക്ക് കെട്ടണമെങ്കിൽ എന്തായാലും ഒരു ദിവസം പിടിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മേലെ ഇങ്ങനെ വെയിറ്റ് വെക്കാൻ പറ്റില്ലല്ലോ. ഇതില് നല്ലോണം സിമെന്റ് ഒക്കെ ഉണങ്ങി വരുമ്പോഴാണ് കെട്ടാൻ പറ്റുള്ളൂ. അതാണ് ഇനിയിപ്പം കണ്ടോ സാമാന്യം മൊത്ത സന്തോഷമുണ്ട്, കൈപൊള്ളിയതിന്റെ വിഷമമുണ്ട്. എന്നെ മൊത്തം സന്തോഷമുണ്ട്. മടുത്തിട്ടോ, ഞാൻ ഒന്നും ചെയ്തിട്ടല്ലേലും ഞാൻ അതിന്റെ ഇടയിൽ 100 കൂട്ടം ഓടും. കൈയെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചില്ലേ ചെയ്ത്. എടാ നല്ല ഒന്നും ചെയ്തു കേട്ടോ. നിനക്ക് ഇത്ര കഴിവുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അതൊക്കെ കിട്ടിയ പോലെ തന്നെ കറക്റ്റ്. പിന്നെ ഇല്ലാണ്ടോ എന്തായാലും നമ്മള് പാളിപ്പോയില്ല. ആദ്യമായിട്ട് ചെയ്യുന്നല്ലേ, പാളിപ്പോയില്ലല്ലോ. അതെടുത്തിട്ട് ഭയങ്കര അഭിമാനമുണ്ട് കേട്ടോ. അതൊക്കെ കുറച്ച് പൊക്കിയാലും കുഴപ്പമില്ലടാ. അപ്പൊ ഇനി ഇത് ഉണങ്ങി കഴിയണം കേട്ടോ. ഇനി എന്തായാലും ഒരു 1.5 ദിവസം എടുക്കണം നനച്ച് ഉണങ്ങി. നാളത്തേക്ക് ഉണങ്ങുമായിരിക്കും കേട്ടോ. അപ്പൊ ബാക്കി കെട്ടൽ നമുക്ക് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് ബാക്കി കെട്ടാനുള്ള പരിപാടികളൊക്കെ നോക്കുന്നത്.
അപ്പൊ അത്ര വീഡിയോ മറ്റു വീഡിയോ നാളെ കാണാം. സൂപ്പർ ആവും ഞാൻ തുടങ്ങട്ടെ, അപ്പൊ ശരിയാവും.